UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിരിച്ചുവിട്ട 241 ഗോത്രബന്ധു അധ്യാപകർ നടത്തുന്ന സമരം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ തുടരുകയാണ്. വിവിധ ജില്ലകളിലായി 326 അധ്യാപകരെയാണ് UDF സർക്കാർ പിരിച്ചുവിട്ടത്. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ അധ്യാപകർ നടത്തുന്ന നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വിവിധ സംഘടനകൾ അഭിവാദ്യങ്ങളുമായി സമരപന്തലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ജോഷില ചേരുകയാണ് നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്ന്. ഒരിക്കൽ കൂടി ജോഷില, കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഗോത്രബന്ധു അധ്യാപകരാണ്. അവരെയാണ് ഒരു സുപ്രഭാതത്തിൽ അധികാരമേറ്റ ഉടൻ തന്നെ UDF സർക്കാർ പറഞ്ഞു വിട്ടിരിക്കുന്നത് ജോലിയിൽ നിന്ന്. അവരുടെ വലിയ പ്രതിഷേധം, അവരുടെ ജീവിത സമരമാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ആ സമരത്തിന് തീവ്രതയേറുകയാണോ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ജീവിത സമരമാണ് നടക്കുന്നത്. വയനാട്ടിൽ മാത്രം 241 മെന്റർ അധ്യാപകരെയാണ്, ഗോത്രബന്ധു അധ്യാപകരെയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ പിരിച്ചുവിട്ടത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ആദിവാസി ഗോത്ര സമൂഹത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ അവരുടെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനും സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കാനുമായി TTCയും B.Edഉം കഴിഞ്ഞ ആളുകളെയായിരുന്നു ഈ ഗോത്ര ബന്ധു പദ്ധതി പ്രകാരം അധ്യാപകരായി നിയമിച്ചത്. അവരെയാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നടത്തുകയും ചെയ്യുന്ന ആ അധ്യാപകരെയാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി പണിയെടുത്തിരുന്ന അധ്വാനിച്ച ആ മനുഷ്യരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. അവരാണ് കഴിഞ്ഞ 6 ദിവസമായി നിരാഹാര സത്യാഗ്രഹ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. രാവും പകലും സമരം നടത്തുകയാണ്. 4 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി, 4 പേർ വീണ്ടും സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവില്ല. ഞങ്ങൾക്കൊരു തീരുമാനം കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങൾക്ക് ജോലി വേണം. നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്ക് ജോലി എപ്പോൾ തരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഉത്തരവിറക്കുന്നത്. ഞങ്ങൾ 241 പേരെയും പുനർനിയമനം എന്ന് നടത്തുന്നു അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മാറുന്നതായിരിക്കും. അതുവരെ ഞങ്ങൾ ഇവിടെ കിടക്കും, ഇവിടെ കിടന്നു മരിക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഭയങ്കര പരിതാപകരമാണ്. ഭക്ഷണമില്ല, ഒന്നുമില്ല. കുട്ടികൾ കിടക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ. അവരെ സ്കൂളിലേക്ക് വിടണം. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കുട്ടികളൊന്നും സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം വേണ്ടേ? അവരെ നോക്കാനുണ്ട്. പ്രായമായവരുണ്ട്, വയ്യാത്തവരുണ്ട്. വീട്ടിലൊക്കെ ഒരുപാട് പരിതാപകരമാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ. എന്നിട്ട് ഗവൺമെന്റ് ഇതൊന്നും കാണുന്നില്ലേ? എപ്പോഴാണ് നിങ്ങളെ കണ്ണു തുറക്കുക? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട്? ഇന്ന് വരെ ഞങ്ങൾ നല്ല രീതിയിലേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ജോലി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും 9 വർഷം ജോലി ചെയ്യാൻ കഴിഞ്ഞത്. ഇത് മറ്റു ജില്ലയിലേക്ക് വ്യാപിക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് എന്ത് ഇങ്ങനെ ആവുന്നത്? ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ഇതാണ് ചോദിക്കുന്നത്. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ആത്മാർത്ഥമായി ജോലി ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നതാണോ? ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നതാണോ? തുച്ഛമായ 750 രൂപ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. ആ പൈസയെങ്കിലും ഞങ്ങൾക്ക് തന്നൂടെ? എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വഴിയാധാരാക്കുന്നത്? എന്തിനാണ് ഞങ്ങളുടെ ചോറിൽ മണ്ണ് വാരി ഇടുന്നത്? ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ. ആർക്കും വയ്യ, കുട്ടികൾക്ക് വയ്യ, വയസ്സായവരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അമ്മമാരുണ്ട്, എല്ലാവരും അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഞങ്ങളിതാ 4 പേര് കഴിഞ്ഞ ദിവസം എത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്നു. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഗവൺമെന്റ് ഭാഗത്തുനിന്ന്. ഇനിയും അതേപോലെ ആക്കാനാണോ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്? ഇതിനൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. മരണം വരെ ഞങ്ങൾ ഇവിടെ കിടക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ കുടുംബം നോക്കാൻ വേറൊരു വഴിയില്ല. ഇനി പെട്ടെന്നൊരു ജോലി നോക്കാൻ പ്രതീക്ഷയും ഇല്ല. മനു, നമ്മൾ കേട്ട അമ്പിളിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഒരു സാധാരണ ആളുകൾ, അതായത് ഒന്നും പഠിക്കാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ അല്ല, ഗോത്ര സമൂഹത്തിൽ നിന്ന് പഠിച്ചു വന്ന B.Edഉം TTCയും കഴിഞ്ഞ അധ്യാപകരാണിവർ. ഗോത്ര സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, അവരുടെ കുടുംബത്തെ മാത്രമല്ല ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളെ, വീടുകളിൽ നിന്നും വരാൻ മടിയുള്ള വിദ്യാർത്ഥികളെ വീടുകളിൽ പോയി കൊണ്ടുവരാനായി അത്തരമൊരു ഗോത്ര ബന്ധു പദ്ധതി ഉണ്ടാക്കിയതായിരുന്നു സർക്കാർ. അത് AK ബാലന്റെ കാലത്തുണ്ടാക്കിയതാണ്. അവിടെ നിന്ന് മുന്നോട്ട് വന്ന് ഓരോ വർഷവും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലമായി, കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് 9 വർഷക്കാലമായി ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ കൊണ്ടുവരികയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത അധ്യാപകരാണ്. TTCയും B.Edഉം കഴിഞ്ഞ ഗോത്ര സമൂഹത്തിലെ അഭ്യസ്ത വിദ്യരായ അധ്യാപകരാണ് ഈ കിടക്കുന്നത് എന്നുള്ള കാര്യം സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. അവരുടെ കുടുംബം കൂടിയാണ് പട്ടിണിയാവുന്നത്. അവരുടെ കുടുംബം മാത്രമല്ല, കുട്ടികൾ വഴിയാധാരമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഈ സമരത്തിൽ നിന്ന് വലിയ വേദനയാണ് ജോഷി, നമുക്ക് കാണുമ്പോൾ അനുഭവപ്പെടുന്ന വലിയ വേദനയാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ഇപ്പോൾ തെരുവിൽ കിടക്കുന്നത്. ഒരു നേരത്തെ അന്നത്തിന് പോലും വഴിയില്ലാതെ തെരുവിൽ കിടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ.
ബെക്കാഡി കമ്പനിയുടെ ഫയലിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് താങ്കൾക്ക് ഒപ്പിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യരുടെ ജീവിതങ്ങൾ കൂടി ഒന്ന് കാണൂ, അവരുടെ ജീവിതം ശരിയാക്കുന്ന ആ ഫയലുകളിൽ ഒന്ന് ഒപ്പിടൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിരിച്ചുവിടാൻ വളരെ എളുപ്പമായിരുന്നല്ലോ. ആ മനുഷ്യരുടെ ജീവിതാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? നിങ്ങളുടെ വയനാട്ടിൽ ഒരു മന്ത്രിയുണ്ടല്ലോ, ടി സിദ്ദീഖ്, എവിടെ പോയി? ഈ മനുഷ്യരുടെ ജീവിതം കൂടി ഒന്ന് കാണൂ കേട്ടോ, അത് മാത്രമേ പറയാനുള്ളൂ.